തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ തങ്ങളുടെ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സൂര്യ, മുഖ്യമന്ത്രി കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രദ്ധിക്കുന്നു. മറ്റു പാർട്ടികളുടെയും ഒക്കെ ദേശീയ നേതാക്കൾ വരാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സാഹചര്യം, പ്രചാരണ സാഹചര്യം എങ്ങനെ മാറും ഇനി? ഫിജി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ പ്രചരണ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. 10 മണിക്ക് വർക്കല, 3 മണിക്ക് കാട്ടാക്കട, 4:30 കന്യാകുളങ്ങര, ഈ 3 പരിപാടികളാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്തുള്ളത്. ഈ 3 പരിപാടികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയും സ്ഥാനാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രചരണ രംഗത്തേക്കും കൂടുതൽ സജീവമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും നടത്തുകയാണ്. അതേസമയം തന്നെ കൂടുതൽ ദേശീയ നേതാക്കളെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചാരണം കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ നടത്തുന്നത്. നേരത്തെ തന്നെ എൻ.ഡി.എയുടെ ഭാഗത്തു നിന്നും കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രചാരണത്തിലേക്ക് ഏർപ്പെടുകയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും പൊതുപരിപാടികളിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാക്കളെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറക്കുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുകയാണ്. 15 തീയതി മുതലായിരിക്കും എൽ.ഡി.എഫിന്റെ ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എത്തുകയും ഇത്തരത്തിൽ പ്രചാരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുക. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരെ പ്രചാരണ മേഖലയിലേക്ക്, പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ യു.ഡി.എഫും നടത്തുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയൊക്കെ തങ്ങളുടെ പ്രചാരണം ഒഴിപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് മുന്നണികളുടെ ഭാഗത്തു നിന്നും നടത്തുന്നത്. സ്ഥാനാർത്ഥികൾ തന്നെ ആയാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ദിവസങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ഏതൊക്കെ രീതിയിൽ ഹൃദയങ്ങളിലേക്ക് കയറിച്ചെല്ലാൻ പറ്റുമോ, എങ്ങനെയൊക്കെ വോട്ട് തേടുവാൻ സാധിക്കുമോ, അത്തരത്തിലുള്ള എല്ലാ നടപടികളും എല്ലാ രീതികളിലുമുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. പ്രത്യേക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമൊക്കെ തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ദിവസങ്ങളിലെയും പ്രത്യേകതകൾ സംബന്ധിച്ച്, അതായത് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമായാലും ഇന്നലെ ചെറിയ പെരുന്നാളിന്റെ ദിവസമായാലും അമ്പലങ്ങളിലെ ഉത്സവാഘോഷങ്ങളിലായാലും വിശ്വാസികളെയൊക്കെ തന്നെ നേരിട്ട് ചെന്ന് കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതികളൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അവലംബിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീരദേശ പ്രദേശവാസികളെ കൂടുതലായും കേന്ദ്രീകരിച്ച് അവർക്കിടയിലേക്ക് കൂടുതലായും പ്രചാരണം നടത്തുന്ന ഒരു രീതിയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ 2 മണ്ഡലങ്ങളിലും 3 മുന്നണികളും ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് കരുതുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള കടുത്ത മത്സരം തന്നെയാണ് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഈ ഒരു പ്രചരണ രീതിയിലും നൽകുന്നത്. എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ തങ്ങളുടെ പ്രചാരണം വ്യത്യസ്തമാക്കാം, പുതുമയുള്ളതാക്കാം എന്നൊരു കണ്ടെത്തലിലും തയ്യാറെടുപ്പിലും തന്നെയാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും പ്രചാരണ ആവേശം അതിന്റെ എല്ലാ തരത്തിലും ഉയർന്നു തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ തങ്ങൾക്ക് വോട്ടുറപ്പിക്കാൻ സാധിക്കും, എത്രത്തോളം ഭൂരിപക്ഷം നേടാൻ സാധിക്കും എന്ന ഒരു അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയം കാണുക, നടക്കുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായിരിക്കുന്നു. ദേശീയ നേതാക്കളടക്കം കൂടുതൽ പേർ